Hello, welcome back to another section. In this section, going to discuss about morphology and morphemes. 5. Morphology, English morphology is the topic of discussion. So what is morphology? Morph means form and ology means science of. So morphology, the word morphology means the science of word forms, the study of the internal structure of words and the rules by which words are formed. So morphology means the study of internal structure of words, the structure, the scientific study of the structure of words and the rules by which words are formed is called morphology. So the scientific study of the internal structure of words are called morphology. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സെക്ഷൻ 5ലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂഡ് ആൻഡ് മൊഡാലിറ്റിയാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് മോർഫോളജി എന്താണ്, മോർഫീം എന്താണ്, ഈ രണ്ട് ടോപ്പിക്സാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഫസ്റ്റ് എന്താണ് മോർഫോളജി? മോർഫോളജി എന്ന് പറഞ്ഞാൽ ഈസ് ദ സ്റ്റഡി, അതായത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് വേർഡ്സ്, അതായത് വാക്കുകളുടെ ഘടനയെക്കുറിച്ചുള്ള പഠനം, അതാണ് മോർഫോളജി എന്ന് പറയുന്നത്. എങ്ങനെയാണ് വാക്കുകൾ രൂപം കൊള്ളുന്നത്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന എന്താണ്, അതിനെയാണ് നമ്മൾ മോർഫോളജി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മോർഫ് എന്ന് പറഞ്ഞാൽ ഫോം എന്നാണ് അതിൻ്റെ അർത്ഥം, ഓളജി എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്. അപ്പം മോർഫോളജി പറഞ്ഞാൽ സയൻസ് ഓഫ് ഫോമാണ്, അതായത് ഒരു വാക്ക് എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ഘടന എന്താണ്, അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് മോർഫോളജി എന്ന് പറയുക. അതേപോലെ തന്നെ ദ റൂൾസ് ബൈ വിച്ച് വേർഡ്സ് ആർ ഫോംഡ്, അതേപോലെ തന്നെ വാക്കുകൾ രൂപം കൊള്ളാനായിട്ട് ഏതൊക്കെ റൂളുകളുണ്ട്, അതിൻ്റെ റൂളുകളുണ്ട്, അതിനെയും കൂടി ഉൾപ്പെടുന്നതാണ് മോർഫോളജി. അപ്പോൾ മോർഫോളജി പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വേർഡ് സ്ട്രക്ചർ ആൻഡ് ദ റൂൾസ് ബൈ വിച്ച് വേർഡ്സ് ആർ ഫോംഡ്, എങ്ങനെയാണ് വാക്കുകൾ രൂപം കൊള്ളുന്നത്, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഘടന എന്താണ്, അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തൊരു ടോപ്പിക്ക്, നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. മോർഫീം എന്താണെന്ന് നോക്കാം. സോ മോർഫീം മീൻസ് എ മീനിങ്ഫുൾ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ വേർഡ് such as man or a word element such as ed invoked that cannot be divided into smaller parts, meaningful parts. So morpheme means, the definition of morpheme is the minimal unit of meaning. അതായത് വാക്കുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ തിരിക്കുന്ന ചെറിയ ഭാഗം അതിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റാണ്. ഒരു വാക്കിൻ്റെ സിംഗിൾ യൂണിറ്റിനെയാണ് മോർഫീം എന്ന് പറയുക. അതായത് വാക്കുകളുണ്ട്, വേർഡ്സ് ഉണ്ട്, അതിൻ്റെ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ മോർഫീം എന്ന് പറയും. ഇനി അതിൻ്റെ ഡിക്ഷണറി പ്രകാരം അതിൻ്റെ മീനിങ് ഇതാണ്: എ മീനിങ്ഫുൾ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ വേർഡ്, അതായത് വാക്കിലെ മീനിങ്ഫുള്ളായ പല ഘടകങ്ങളുണ്ടാവും, അതിലെ ഒരു ഘടകം, അതിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുക. സച്ച് ആസ് മാൻ, ഇപ്പോൾ മാൻ എന്നുള്ളൊരു പദം, അത് നമുക്ക് ചുരുക്കാനായിട്ട് പലതിലും മീനിങ്ഫുള്ളായിട്ട് MAN, അതിന് വീണ്ടും മാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല, എൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. ഓർ എ വേർഡ് എലമെൻറ്റ് സച്ച് ആസ് ED ഇൻ വോക്ക്ഡ്. ഇനി നേരെ മറിച്ച് വോക്ക്ഡ് എന്നുള്ള പദത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, വോക്ക് അതേപോലെ ED.
അതേപോലെ നമുക്ക് മാൻ എന്നുള്ള പദത്തെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റില്ല. മാൻ, മാ, അതേപോലെ എൻ തിരിക്കാനായിട്ട് പറ്റില്ല. ദാറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ മീനിങ്ഫുൾ പാർട്സ്. അതായത് മോർഫീം എന്ന് പറഞ്ഞാൽ മോർഫീം ഈസ് ദ മിനിമൽ യൂണിറ്റ് ഓഫ് മീനിങ്. അതായത് വാക്കുകളിലെ മിനിമം യൂണിറ്റ് ഓഫ് മീനിങ്ങിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുക. ഉദാഹരണത്തിന് എക്സാമ്പിളായിട്ട് അൺസിസ്റ്റമാറ്റിക്കലി എന്നുള്ളൊരു പദം നമുക്ക് നോക്കി അറിയാം. അൺസിസ്റ്റമാറ്റിക് അലി. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ മോർഫീം എന്ന് പറഞ്ഞാൽ എ മോർഫീം ഈസ് ദ മിനിമൽ യൂണിറ്റ് ഓഫ് മീനിങ്. അതായത് വാക്കുകളെ ചെറിയ കഷ്ണങ്ങളായിട്ട് തിരിക്കും. അതിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുക. ഇനി വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലൈക്ക്ലി നമുക്ക് അൺലൈക്ക്ലി എന്ന് മാറ്റാം. അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഡെവലപ്ഡ്, അൺഡെവലപ്ഡ്. അപ്പോൾ അങ്ങനെ പലതായിട്ട്. അതായത് മോർഫീം എന്ന് പറഞ്ഞാൽ മിനിമൽ യൂണിറ്റ് ഓഫ് എ മീനിങ്. അതായത് വാക്കിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അതിനെയാണ് നമ്മൾ മോർഫീം എന്ന് നമ്മൾ പറയുക. ഇനി എക്സാമ്പിൾസ് ഓഫ് മോർഫീംസ്. വൺ മോർഫീം ബോയ്. എത്ര മോർഫീം ഉണ്ടെന്ന് നോക്കണമെങ്കിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. വൺ മോർഫീം ആണെങ്കിൽ ബോയ്. ബോയിൽ ഒറ്റ സിലബിളുള്ളൂ. അതിന് കാരണം അതിലൊറ്റ വവൽ ശബ്ദമാണുള്ളത്. അതുകൊണ്ട് ഒറ്റ സിലബിളാണ് ബോയ്. ഇനി ഡിസയർ, ലേഡി, വാട്ടർ 2 സിലബിൾ, ക്രോക്കഡിൽ 3 സിലബിൾ, സാലമാൻഡർ 1 or more സിലബിൾസ്. അപ്പോൾ 1 മോർഫീം, 2 മോർഫീം, അങ്ങനെ വാക്കുകളിൽ പല മോർഫീം ഉണ്ടാവും. 1 സിലബിൾ. അങ്ങനെ നോക്കിയാൽ നമുക്ക് മോർഫീമിനെ തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ മോർഫീം എന്ന് പറഞ്ഞാൽ മിനിമൽ യൂണിറ്റ് ഓഫ് മീനിങ്. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് മോർഫോളജി, എന്താണ് മോർഫീം.